മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരളത്തിൽ നിന്നുള്ള NCP നേതാക്കളും ദേശീയ അധ്യക്ഷൻ ശരത് പവാറും തമ്മിലുള്ള ചർച്ച തുടങ്ങി. മന്ത്രി ശശീന്ദ്രനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മുംബൈയിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങൾ ബിനോയ് നൽകും. ബിനോയ്, ശശീന്ദ്രൻ പുറത്തേക്കാണോ? അത്തരത്തിൽ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം ശശീന്ദ്രന്റെ വാദഗതികൾ എല്ലാം തന്നെ മുറുകെ പിടിച്ച് തന്നെ ശശീന്ദ്രൻ നിൽക്കുകയാണ്. കാരണം ശശീന്ദ്രൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അദ്ദേഹം ധരിപ്പിക്കാൻ പോകുന്നത്, ശരത് പവാറിനോട് പറയാൻ പോകുന്നത് ഭരണപരമായ ചില കാര്യങ്ങളാണ്. കാരണം NCPയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന നിലയ്ക്കും ഒപ്പം വനം വകുപ്പുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ വളരെയധികം തൃപ്തരാണ് LDF നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസ് എന്ന് പറയുന്ന ഒട്ടും പരിചയമില്ലാത്ത ഒരു MLAക്ക് യാതൊരു കാരണവശാലും വനവകുപ്പ് പോലുള്ളൊരു വലിയ വകുപ്പ് കൈമാറാനുള്ള സാധ്യതയില്ല. അതൊരു പക്ഷേ NCPക്ക് വനംവകുപ്പ് നഷ്ടമാകും. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ ഇനി ശേഷിക്കുന്ന 2.5 വർഷം കൂടി താൻ മന്ത്രിയായി തുടരണം എന്നൊരു അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്നത് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2.5 വർഷം വീതം NCPയിൽ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കും എന്ന തരത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അത് സമീപകാലത്ത് ചില രാഷ്ട്രീയ ലാഭത്തിന്റെ ഭാഗമായി ചിലർ ഉയർത്തിക്കൊണ്ടുവന്ന വാദഗതിയാണ് എന്നുള്ളത് ശശീന്ദ്രൻ ഉന്നയിക്കും. ഈ 2 വാദങ്ങളാണ് ശശീന്ദ്രൻ ശരത് പവാറിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത. എന്നാൽ തോമസ് കെ തോമസും കേരള ഘടകത്തിന്റെ നല്ലൊരു വിഭാഗം നേതാക്കളും ശശീന്ദ്രൻ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ സമയത്തും ഇപ്പോൾ 2.5 വർഷം പിന്നിടുന്നു. ഏറെ നാളായി NCP പോലുള്ള ഒരു ചെറിയ ഘടകകക്ഷിയിൽ നിന്ന് ഒരാൾ തന്നെ മന്ത്രിയായി തുടരുന്നതിനോട് യോജിപ്പില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ശശീന്ദ്രൻ മറ്റൊരു പിടിവള്ളി കൂടി മുറുക്കും. അതാണ് ശശീന്ദ്രൻ കേരളത്തിലെ NCPയുടെ അധ്യക്ഷ പദവി വേണം, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവി എന്ന ആവശ്യം ഉന്നയിക്കും. ആ ആവശ്യം ഉന്നയിച്ചില്ല എങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാട് കടുപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ചില നീക്കങ്ങൾ മുൻനിർത്തി തന്നെയായിരിക്കും ശശീന്ദ്രൻ ചർച്ചയിൽ പങ്കെടുക്കുക. അതേസമയം തോമസ് കെ തോമസും PC ചാക്കോയും ശശീന്ദ്രൻ തൽക്കാലം രാജിവെച്ച് മാറി നിൽക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തോമസ് കെ തോമസിന് നേരത്തെ തന്നെ NCP സംസ്ഥാന ഘടകം 2.5 വർഷം കഴിയുമ്പോഴേക്കും മന്ത്രിസ്ഥാനം ഉറപ്പു നൽകിയിരുന്നതാണ്. അത്തരത്തിൽ ആ മന്ത്രിസ്ഥാനം തനിക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ ചില കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന നിലപാട് തോമസ് കെ തോമസും ദേശീയ നേതൃത്വത്തെ അറിയിക്കും. എന്നാൽ LDFിലേക്ക് വരികയാണെങ്കിൽ, ഇടതുമുന്നണിയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞൊരു കാര്യമുണ്ട്. NCPയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച അല്ലെങ്കിൽ തർക്കങ്ങൾ ഇതുവരെ ഇടതുമുന്നണിക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല. പരിഹരിച്ചിട്ട് വരട്ടെ, പിന്നീട് അത് പരിഹരിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇടതുമുന്നണിക്ക് വളരെയധികം താല്പര്യമുള്ള മന്ത്രിയാണ് ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മന്ത്രിമാറ്റത്തെക്കുറിച്ചുള്ള ഒരു നീക്കം LDFിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്തായാലും ഇവരുടെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇടതുമുന്നണി വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ നോക്കിക്കാണും. അതിനുശേഷം മാത്രമേ ഇടതുമുന്നണിയിൽ ഒരു നീക്കം ഉണ്ടാവുകയുള്ളൂ. മുഖ്യമന്ത്രിക്കും ശശീന്ദ്രനോട് വലിയ താല്പര്യമാണുള്ളത്. ലബീഷ്, ശശീന്ദ്രനാണോ തോമസ് കെ തോമസിനാണോ പവർ എന്ന കാര്യത്തിൽ പവാറിന്റെ തീരുമാനം നിർണായകം? വിവരങ്ങളാണ് ബിനോയ് നൽകിയത്.